ഹായ് ഫ്രണ്ട്സ്, ഇൻട്രോ പരിപാടികളോ ഒന്നുമില്ല, ഡയറക്റ്റ് മാറ്ററിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കലാഭവൻ മണി ദിവ്യ ഉണ്ണി വിവാദം. അറിയാലോ സംഭവം. മണിച്ചേട്ടന്റെ നായികയാവാൻ വേണ്ടി പുള്ളിക്കാരി ഇഷ്ടക്കേട് കാണിച്ചു, വിസമ്മതം പ്രകടിപ്പിച്ചു. മണിച്ചേട്ടന്റെ നിറം കറുപ്പായത് കാരണം മണിച്ചേട്ടൻ ജാതീയപരമായിട്ട് താഴ്ന്നത് കാരണമൊക്കെയാണ് പുള്ളിക്കാരി നോ പറഞ്ഞതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ വിനയൻ ഡയറക്ട് ചെയ്തിട്ടുള്ള കരുമാടിക്കുട്ടൻ എന്ന സിനിമയ്ക്കകത്ത് നന്ദിനിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഡയറക്ടർ ആദ്യം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവ്യ ഉണ്ണി ആയിരുന്നു. പക്ഷെ മണിച്ചേട്ടന്റെ നിറം കാരണം, ജാതി കാരണം പുള്ളിക്കാരൻ നോ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കഥ. ഇതിൽ സത്യാവസ്ഥ എന്താന്ന് എനിക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന കഥയാണ്, നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം കാണാത്തൊരു സംഭവത്തെ കുറിച്ച് ഇത്രയേറെ വർഷങ്ങളായിട്ട് ജനങ്ങളെല്ലാം ചേർന്ന് മണിച്ചേട്ടൻ ഫാൻസ് ഒക്കെ വന്നിട്ട് ദിവ്യ ഉണ്ണിയെ ക്രൂശിക്കുന്നു, തെറി വിളിക്കുന്നു, ബോഡി ഷേമിങ് നടത്തുന്നു. അത് എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. ഇത്രയും കാലമായില്ലേ, ഒരു വിഷയം വിടേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞു. മണിച്ചേട്ടനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്യുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. പണ്ടൊക്കെ ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അന്നൊക്കെ ഞാൻ ചെറുതായിരുന്നു, ആ കാലത്ത് എനിക്ക് ദിവ്യ ഉണ്ണിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരെന്തൊരു ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്തൊരു ദുഷ്ടയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പാവം മണിച്ചേട്ടനോട് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ വളർന്നു വന്നു, ഇങ്ങനെ ഗ്രാജുവലി നമ്മളുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു, നമ്മളുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ എപ്പോഴും മണിച്ചേട്ടന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോണ്ടിരിക്കുന്നത്, പുള്ളിക്കാരിയുടെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. അവർക്കൊരു പക്ഷെ അവരുടെ ഒരു ശരി ഉണ്ടായിരിക്കും, അവരൊരു പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറയാൻ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും. ഒരു പക്ഷെ മണിച്ചേട്ടൻ അന്ന് സ്റ്റാർ വാല്യൂ ഇല്ലായിരിക്കും, ആ കാരണത്താലൊക്കെ ആയിരിക്കും അവർ നോ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരി ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താണ് ഇത്ര വലിയ മിസ്റ്റേക്ക് ഉള്ളത്? അവർ 10-15 വയസ്സിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മളെ 15 വയസ്സിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രമാത്രം ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അന്ന് വന്നിട്ടില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നതിനൊക്കെ മുൻപേ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴല്ലേ വന്നത്? അപ്പൊ ആ കാലത്ത് പുള്ളിക്കാരി ഈ ചുറ്റുപാട്, അവർ ജനിച്ചു വളർന്ന ചുറ്റുപാട്, സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടെല്ലാം വിട്ട് അവർ ആദ്യമായിട്ട് ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അവർ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ഉള്ളിലെ സംഭവങ്ങൾ അവർ ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് നമ്മൾ തിരുത്താൻ സമയം കൊടുക്കണം. അല്ലാണ്ട് ആ ഒരു പേരും പറഞ്ഞ് 15 വയസ്സിൽ സംഭവിച്ച കാര്യം പറഞ്ഞ് ഇപ്പോഴും കുറ്റപ്പെടുത്തല്ല വേണ്ടത്. 15 വയസ്സിൽ ആവർത്തിച്ച അതേ തെറ്റ് തന്നെ അവർ ഇന്നും ചെയ്യുന്നെങ്കിൽ അത് വലിയ തെറ്റാണ്, അതിന് വലിയ രീതിയിൽ തന്നെ വിമർശിക്കേണ്ടതുമാണ്. പക്ഷെ അതിനുശേഷം അവരെ കുറിച്ച് ആരും അങ്ങനെയൊന്നും പറഞ്ഞതുപോലും നമ്മളാരും കേട്ടിട്ടില്ല. സോ അതൊരു കുട്ടിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് മാത്രം കാണാവുന്നതേ ഉള്ളൂ. അവർ മാറിയിട്ടുണ്ടായിരിക്കും, അവർ ഒരുപാട് മാറി ശരികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് ശരിയും തെറ്റൊക്കെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മൾക്കാർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ധാരണ ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഈ ഒരു ഏജിൽ പോലും നമുക്ക് എന്തെല്ലാം മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. തെറ്റുകൾ പറ്റി തന്നെയാണ് നമ്മൾ ശരികളിലേക്ക് തിരിച്ചറിയുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് കയറിയിട്ട് എല്ലാ ശരികളും മനസ്സിലാക്കാനൊന്നും നമുക്ക് കഴിയില്ല. സോ അതൊന്നും അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് തെറ്റ് പറ്റിയെങ്കിൽ ശരിയാവാനുള്ള സമയമൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അവർ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വേണം കരുതാൻ. അല്ലാത്ത പക്ഷം അവരാരും ഇപ്പോഴും വേദനിപ്പിക്കുന്നില്ല. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലൊന്നും ആരും വേദനിപ്പിക്കുന്നില്ല. വിട്ടുകളയാവുന്ന കാര്യമുള്ളൂ. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ്, ഇനിയിപ്പോ പുള്ളിക്കാരി നോ പറഞ്ഞെന്നിരിക്കട്ടെ, ഇനി അതിലെന്താണ് തെറ്റ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതായത് പുള്ളിക്കാരിക്ക് ഇദ്ദേഹത്തിന്റെ ജാതി ആവട്ടെ, നിറമാവട്ടെ, എന്തോ കാരണമാവട്ടെ, പുള്ളിക്കാരിക്ക് അത് ഓക്കെ അല്ല. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനപ്പുറത്തേക്ക് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ കൂടെ ഒരാൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല. അത് ചിലപ്പോൾ അയാളുടെ ജാതി ആയിരിക്കാം, നിറമായിരിക്കാം, എന്തോ കാരണമാവട്ടെ, അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. ആ കാരണം കൊണ്ട് എനിക്ക് നോ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെങ്കിൽ, അവകാശം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. അതിനെനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ദിവ്യ ഉണ്ണി ഇപ്പൊ ഇനി നോ പറഞ്ഞെങ്കിൽ തന്നെ അത് നിങ്ങൾ ഇത്ര വലിയ മണിച്ചേട്ടനെ അപമാനിച്ചു അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അത്ര വലിയ തെറ്റൊന്നുമല്ല, അയാളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണത്. അത് ഇത്ര വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ മണിച്ചേട്ട ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഇതൊന്നും മണിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഇവരാരും ചെയ്യുന്ന കാര്യമല്ല. ഇവർക്കൊക്കെ ആത്യന്തികമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സന്തോഷമാണ്. മറ്റുള്ളവരെ തെറി വിളിച്ചും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ആനന്ദം കണ്ടെത്തുന്ന ഒരു വൈകൃതം ഉണ്ടാവുമല്ലോ, ആ വൈകൃതത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് മണിച്ചേട്ടനോടുള്ള സ്നേഹമാണെങ്കിൽ ഇവരിത് ഒരിക്കലും ചെയ്യില്ല. കാരണം നമ്മൾ ഈ പറയപ്പെടുന്ന കഥയിൽ റേസിസം കാരണമാണ് മണിച്ചേട്ടന് വേദന ഉണ്ടായിട്ടുള്ളത്. ദിവ്യയുടെ ആ ഒരു വാക്ക് അയാളെ വേദനിപ്പിക്കാനുള്ള കാരണം അതിൽ റേസിസം ഉണ്ടെന്നുള്ളതാണ് കാരണമായിട്ട് പറയുന്നത്.
അങ്ങനെയുള്ള ഒരു കാരണത്തിന്റെ പേരിൽ നമ്മൾ മറ്റൊരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ദിവ്യ ഉണ്ണിയെ തെറി വിളിച്ചും ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവരെ വേദനിപ്പിക്കുമ്പോൾ അതിലെന്ത് ശരിയാണുള്ളത്? രണ്ടും ഒരുപോലെ തന്നെ ആവില്ലേ അപ്പോൾ? അപ്പം മണിച്ചേട്ടന്റെ യഥാർത്ഥ ഫാൻസ് ആണെങ്കിൽ അവരാരും ഈ പ്രവർത്തി ചെയ്യില്ല. മണിച്ചേട്ടനെ ഓർത്ത് വേദനിച്ചുകൊണ്ട് ഈ തെറിയൊന്നും വിളിക്കില്ല. അവർക്ക് മണിച്ചേട്ടനോടുള്ള സ്നേഹം ഒന്നുമല്ല അവരുടെ വിഷയം. അവരുടെ ഉള്ളിലെ ആനന്ദം കണ്ടെത്തുക. മറ്റുള്ളവരെ തെറി വിളിച്ചും അതല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിയും അവരുടെ വൈകൃതത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവർ തെറി വിളിക്കുന്നത്. അല്ലാണ്ട് മണിച്ചേട്ടനോടുള്ള സ്നേഹമൊന്നുമല്ല. മണിച്ചേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ വട്ട് മാത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ക വട്ട്, അതിനെ പുറത്തേക്ക് ഒന്നും പറയാനില്ല. സോ എനിക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് പുള്ളിക്കാരി ഒഴിവാക്കണമെന്ന്. പണ്ടെങ്ങോ സംഭവിച്ചൊരു കാര്യത്തിന്റെ പേരിൽ, നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യത്തിന്റെ പേരിൽ പുള്ളിക്കാരിനെ ക്രൂശിക്കുന്നത് തെറ്റാണ്. അതും പുള്ളിക്കാരിയുടെ ഭാഗം പോലും മനസ്സിലാക്കാൻ പറ്റാണ്ട് അതിന് ട്രൈ ചെയ്യാണ്ട് പുള്ളിക്കാരിയെ തെറി വിളിക്കുന്നത് തെറ്റാണ്. ഇനി പുള്ളിക്കാരി നോ പറഞ്ഞെങ്കിൽ പോലും അവരുടെ പേഴ്സണൽ ചോയ്സിനെ മാനിക്കാതിരിക്കുന്നതൊക്കെ തെറ്റാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന മണിച്ചേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ അടുത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. ദിവ്യ ഉണ്ണിയുടെ അടുത്ത് ഒരു മിസ്റ്റേക്കും ഞാൻ കാണുന്നില്ല.